എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിൽക്കുന്നത് മൂന്നാറിന് ഏകദേശം അടുത്തൊരു പ്രദേശത്താണ്. അപ്പോൾ ഞങ്ങൾ ബൈസൺ വാലിയിൽ നിന്നാണ് ഇപ്പോൾ ഈ കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോതമേടെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകാനാണ്. ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഈ മൂന്നാറൊക്കെ വരുമ്പോൾ ഇങ്ങനെ ബോർഡ് കണ്ട് അങ്ങനെ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് പോയേക്കാമെന്ന് വിചാരിച്ച് വരുന്നത്. നമ്മൾ രാജകുമാരി പ്രദേശത്ത് നിന്ന് വന്നതുകൊണ്ട് നമ്മൾ ബൈസൺ വാലി കഴിഞ്ഞ് ഷോർട്ട് കട്ട് കയറിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കയറി വന്ന സമയത്ത് കണ്ട ഒരു തേയിലത്തോട്ടങ്ങളുടെ നടുവിലുള്ള നല്ലൊരു കാഴ്ചകൾ കണ്ടു. ഇപ്പോൾ ഇവിടെ ഒന്ന് ഇൻട്രോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ മൂന്നാറിന് ഏകദേശം 5-6 കിലോമീറ്ററുകളേ ഉള്ളൂ ഈ പോതമേടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങോട്ട് എത്തിപ്പെടാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായിട്ട് പോലും ഇപ്പോൾ ഇതുപോലെ വെയിലാണ്. കാർമേഘം മാറി മറിഞ്ഞ് പോകുന്നു. അങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു തണുപ്പിൻ്റെയും എന്നാൽ വെയിലടിക്കുമ്പോൾ നല്ലതായിട്ട് ശരീരം പൊള്ളുന്നുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ്. കഴിഞ്ഞ ദിവസം 2 തൂളുമഴയൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ആശ്വാസം ഉണ്ട്. എന്നാലും ഈ വെയിൽ വരുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഇറിറ്റേഷനുണ്ട്. നല്ല പൊള്ളിച്ചാണ് ശരീരത്തേക്ക് വെയിൽ കുത്തിക്കണം. അപ്പോൾ നമുക്ക് പോതമേടിലേക്ക് പോകാം. ആ വ്യൂ പോയിൻറ്റിൽ അപ്പോൾ ഇവിടുത്തെ ഈ തേയിലത്തോട്ടങ്ങളുടെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങളുടെ ഒരു പച്ചപ്പൊക്കെ നല്ല രസമുണ്ട്. ഇപ്പോൾ ഇവിടെ കൊളുന്ത് നിൽക്കുന്നതാണ്. ഈ കൊളുന്തുകളൊക്കെ കാണാനും ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഭംഗിയുള്ള ഈ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് മുമ്പോട്ടൊക്കെ നടക്കുമ്പോൾ നല്ല വലിയ പാറക്കല്ലുകളും പിന്നെ ആ മല കണ്ട ആ മലയാണെന്ന് തോന്നുന്നു പോകാനുള്ളത്. എന്നിരുന്നാൽ തന്നെ ഒരു നല്ല ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാൻ പോവുകയാണ്. തേയിലത്തോട്ടങ്ങളുടെ ഒരു നല്ല ഭംഗി ഇവിടെ നിന്ന് ആ സീനറി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആ തേയിലത്തോട്ടമൊക്കെ കഴിഞ്ഞ് കുറേ മുമ്പോട്ട് വന്നു. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ ട്രാവൽ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഹോളി ഹോക്ക് എന്ന് പറഞ്ഞൊരു റെസിഡൻസിയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആ കണ്ടുവന്ന ആ തേയിലത്തോട്ടങ്ങളുടെ ഒരു അടിപൊളി വ്യൂ ടോപ്പ് ആ മലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് കാണാവുന്ന രീതിയിൽ നമുക്ക് ഇവിടെ വിഷ്വൽ കാണാൻ പറ്റും. ക്യാമറയിൽ എത്രമാത്രം വരുന്നതെന്ന് അറിയില്ല. ഇതെല്ലാം റോഡ് സൈഡ് തന്നെയാണ്. കണ്ടോ ആ ടോപ്പിൽ നിന്ന് ആ ഒരു അതിമനോഹരം കേട്ടോ ആ ഒരു തേയിലത്തോട്ടം. താഴെ ഇങ്ങനെ തേയിലകളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പൊക്കെ കാണാനായിട്ട്. അപ്പം ഇത് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയെന്നുള്ളതാണ്. ഇനി നമ്മൾ മുമ്പോട്ട് പോകണം. നമ്മുടെ സ്കൂട്ടിക്കാണ് വന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മുമ്പോട്ട് ഇനിയും ഈ ഇതേ കാട്ടുപാതയിലൂടെ തന്നെ പോവുകയാണ്. അപ്പോൾ ഈ കാട്ടിലേക്കൊക്കെ നമ്മൾ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഞാൻ തൊട്ട് വരുമ്പോൾ പറഞ്ഞായിരുന്നല്ലോ നല്ല ചൂടാണ്. വുഡിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ഈ ഒരു മരങ്ങളൊക്കെ കൂടി നിൽക്കുന്ന ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകതയാണത്. ഏകദേശം ഞങ്ങളിപ്പോൾ പോതമേടിന് പോണ റൂട്ടാണ്. മൂന്നാറിനാണ് ഈ ഒരു ഷോർട്ട് കട്ട് ചെന്ന് ചാടുന്നത്. അപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇനി ഇതും കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും തേയിലത്തോട്ടമാണ്. അപ്പോൾ നമ്മളാ ഒരു ചെറിയ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് പോന്നു. പിന്നെ തേയിലത്തോട്ടത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകളാട്ടോ ഈ കാണുന്നത് മൊത്തം. ഏകദേശം നമ്മൾ മുമ്പോട്ട് ആ ഒരു തണുപ്പൊക്കെ ആസ്വദിച്ച് മുമ്പോട്ട് വേണ്ട നല്ലൊരു വ്യൂ പോയിൻ്റ് തെളിഞ്ഞു വരുന്നുണ്ട്. ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇവിടെ നിൽക്കുന്ന ഇവിടെ ടീ പൗഡറൊക്കെ വിൽക്കുന്ന ഒരു ഔട്ട്ലെറ്റുകളാണ് ഇത് ഉള്ള സൂപ്പർ ബിൽഡിങ്. ഇതാണിപ്പോൾ പോതമേട് വ്യൂ പോയിൻറ്റിൽ വന്നപ്പോൾ താഴ്ചകളുള്ള കാഴ്ചകൾ ഉണ്ടോ. ഇത് ആ ഒരു ബിൽഡിങ് കാണുന്നത് അവിടെ ക്ലൈമ്പിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള സ്ഥലങ്ങൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓവറൽ നമുക്കിവിടെ വന്നിട്ട് സൺസെറ്റ് ഇപ്പോൾ ഈവനിങ് വരുവാണ് സൺസെറ്റ് കാണാനാണ് ആൾക്കാർ കൂടുതലും ഇവിടെ വ്യൂ പോയിൻറ്റിൽ വരുന്നത്. അടിപൊളി സ്ഥലം. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് പോകുന്നുണ്ട്. മൂന്നാറിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളല്ലേ ഇങ്ങോട്ട്? മൂന്നാറിൽ നിന്നല്ലേ? ഓക്കെ.
അപ്പോൾ അതേ കാണുന്ന മലയാണ് പള്ളിവാസൽ മല. അവിടെ ഇതുപോലെ തന്നെ രാവിലെ തന്നെ മുകളിലോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ സൺറൈസ് കാണാനായിട്ട് പോകുന്നത്. അപ്പം ഓവറോൾ നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ ഇവിടെ റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെ ആ ബിൽഡിങ്ങിൽ അവരുടെയാണത്. അപ്പോൾ അതിന് മുകളിലോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് പോകുമ്പോഴാണ് രാവിലെ വന്ന് നമ്മൾ ട്രക്കിങ്ങിന് കയറിയാലാണ് അപ്പോൾ ഈവനിങ് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. അവിടെ ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകണം. എൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ ക്യാമ്പ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. എന്നാലും ഇവിടുത്തെ ട്രക്കിങ് ഈ ഒരു പോതമയുടെ വ്യൂ പോയിൻ്റ് കാണാൻ വന്നതിൽ ഏകദേശം കുഴപ്പമില്ല. ഒരു ലോ ബഡ്ജറ്റിലൊക്കെ നമുക്കൊരു 200 രൂപയൊക്കെ ഉണ്ടെങ്കിൽ വന്ന് പോകാവുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഏകദേശം ഈ മൂന്നാർ വന്നാൽ വെറും 1 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട്. കൊള്ളാം, സൂപ്പർ സ്ഥലം. അപ്പോൾ ഇവിടെ വന്ന് ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ ടീ വാലി എന്ന് പറഞ്ഞാൽ ഇവിടെ ചായപ്പൊടിയൊക്കെയാണ് വിൽക്കുന്നത്. പോതമേട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ അടുത്ത് പോകണം പോതമേട് ജംഗ്ഷനിലേക്ക്. അപ്പോൾ അതിന് മുമ്പാണ് വ്യൂ പോയിൻ്റ്. നമ്മളിപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് വന്നത്. ഞാനിപ്പോൾ രാജകുമാരി സൈഡിൽ നിന്നാണ് വന്നത്. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ചുവട്ടിലേക്ക് ആൽമരമാണ്. അപ്പോൾ ഈ ആൽമരത്തിന് ചുവട്ടിൽ ചെറിയൊരു ക്ഷേത്രം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോൾ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അതുപോലെ നല്ല തണുപ്പാണ്. അപ്പോൾ അതാ ഇതിൽ ഇഷ്ടംപോലെ ടൂറിസ്റ്റ്. ഇതിപ്പോൾ നമ്മൾ രാജകുമാരി, രാജക്കാട് അങ്ങോട്ടൊക്കെ പോകാനുള്ള ഷോർട്ട് വഴിയാണിത്. പണ്ട് കാലത്ത് ഈ മെയിൻ റോഡൊക്കെ വരുന്നതിന് മുമ്പ് ഇതുവഴിയായിരുന്നു കൂടുതലും പേര് വന്നിരുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് പേര് പോകുന്നുണ്ട്. കാരണം ട്രെക്കിങ്ങിനൊക്കെ വരുന്നവർ രാവിലെ തന്നെ വരാൻ ശ്രദ്ധിക്കുക. പിന്നെ നല്ല ചായപ്പൊടിയൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകാനൊക്കെ ഇവിടെയുള്ള ടീ സ്റ്റോളുകളും ഒക്കെയുണ്ട്. പിന്നെ റിസോർട്ട് കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ സൈഡിലേക്ക്. സുഖം. അങ്ങനെ നമ്മൾ പോതമേട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കൊച്ചി ധനുഷ്കോടി ഹൈവേയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം പഴയ മൂന്നാറിന് തന്നെ കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെ നിന്ന് പിന്നെ ഒരു 3 കിലോമീറ്ററോടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാർ പുതിയ ടൗണിലേക്ക് എത്താം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അടിമാലിക്ക് പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ എൻ്റെ തൊട്ട് പുറകെ കാണുന്നത് ഒരു ഡാമാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് നമുക്ക് എടുപ്പിക്കില്ല. ഇവിടുന്ന് നമുക്ക് ഇനി കുറച്ചുകൂടെ നമുക്ക് ഈ മൂന്നാർ ടൗണൊക്കെ ഒന്ന് കണ്ട് നമുക്ക് മടങ്ങാം. ഇപ്പോൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാത, ഇപ്പോൾ നമ്മൾ അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം കാണുന്ന നല്ലൊരു കാഴ്ചയാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കിയാൽ KSRTC ബസ് സ്റ്റാൻഡ്, പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നുണ്ടോ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം. ഇവിടെ നിന്നാണ് നമ്മുടെ ശ്രീധരനൊക്കെ ഇവിടെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് ദേശീയ തലത്തിലേക്കൊക്കെ പോകാനായിട്ട് ഇടയായത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു നല്ലൊരു കാഴ്ചകളെ കണ്ടാണ് മൂന്നാർ ടൗണിലേക്ക് തന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് കണ്ടോ, ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇതിനകത്ത് KSRTC തന്നെ ഒരുക്കിയിരിക്കുന്ന ബസ്സിനകത്ത് തന്നെ നമുക്ക് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡബിൾ ഡെക്കർ ബസ്സൊക്കെ അവിടെ കിടപ്പുണ്ട്. അതിൽ ഒരു ദിവസം കയറണം. ഇന്നിപ്പോൾ എന്തായാലും ബുക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് നടക്കില്ല. ഡബിൾ ഡെക്കർ ബസ്സൊക്കെ ഒന്ന് കാണാൻ പറ്റി. ഇപ്പോൾ കൊച്ചി ധനുഷ്കോടി റൂട്ട് ആണിത്. ഇപ്പോൾ മൂന്നാറിൽ നിന്ന് അടിമാലിലേക്ക് പോകുന്ന റൂട്ട്. അവിടെ നിന്നുള്ളൊരു വ്യൂ പോയിൻറ്റിലെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്, ഈ സൺസെറ്റ്. ഇപ്പോൾ 2 ദിവസം മുമ്പൊക്കെ മഴ പെയ്തതിൻ്റെയാണ്. ഇപ്പോൾ കാർമേഘമൊക്കെ ഉണ്ട്, മേഘങ്ങൾക്കിടയിലാണ് ഇപ്പോൾ സൂര്യൻ. ആ ഒരു സൂര്യകിരണങ്ങളൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ.
പച്ച വിരിച്ച ഈ ഒരു തേയിലക്കാടുകൾക്കിടയിലൂടെ കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് പ്രകൃതി, എത്ര സുന്ദരിയാണല്ലോ. അപ്പോൾ മൂന്നാറിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെയാണ് ഇതായി വരുന്നത്. ഇവിടുന്ന് തന്നെ നല്ല അടിപൊളി ജക്രാന്ത മരങ്ങളാണ് നിൽക്കുന്നത്. പൂവൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പോൾ മരങ്ങൾ തന്നെ നല്ല ഭംഗിയാണ്. നല്ലൊരു കാലാവസ്ഥ, സൂപ്പറല്ലേ. ഇതാണ് ജക്രാന്ത മരങ്ങളും പൂക്കളും. ഇത് ബന്ധമല്ലേ ഭംഗി, സൂപ്പർ. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതെല്ലാം വിസിബിളായി വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് ഇവിടെ നിന്ന് പോയി നമുക്ക് കാണാം. ഇതാണ് അതിമനോഹരമായ ജക്രാന്ത പൂക്കൾ. അപ്പോൾ അടിമാലിൽ നിന്ന് ഈ റൂട്ട് വരുമ്പോൾ ഒരുപാട് മരങ്ങളുണ്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കാണാനൊക്കെ ഒത്ത ഭംഗിയാ തന്നെ. പൂക്കളിങ്ങനെ പൊഴിഞ്ഞ് റോഡിലൂടെ കിടക്കുന്നത്. ഓക്കെ, നല്ല അടിപൊളി സീനറി. നിറയെ ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന ഒരു സമയം കേട്ടോ അത്. അപ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ നമുക്ക് ആ വ്യൂ പോയിൻ്റ് കൂടെ ഒന്ന് കാണാം. വ്യൂ പോയിന്റിലേക്ക് വന്നപ്പോൾ ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ്. സൂപ്പറല്ലേ, അടിപൊളി വ്യൂ ആണേ. ടൂറിസ്റ്റുകൾ കുറവാണ്, എന്നാലും വ്യൂ പോയിന്റിൽ വന്ന് ഇവിടെ പകലൊക്കെ വരുവാണ്. ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഓഫ് റോഡ് ജീപ്പ് സഫാരിയൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇതാണ് കിടക്കാച്ച ഒരു സ്ഥലം കേട്ടോ. അല്ലേ, ഇപ്പോൾ മൂടലാണെങ്കിൽ പോലും നല്ല ഒരു കാഴ്ച ഇവിടുന്ന് സാധ്യമാകുന്നുണ്ട്. ക്ലിയറായിട്ടുള്ള ആകാശവും വിട്ടുവിട്ടുള്ള മേഘങ്ങളുമൊക്കെ നല്ല കാഴ്ചയാണ് ഇതിന്. ഇവിടെ റൂംസ് കാര്യങ്ങളൊക്കെ തൊട്ട് താഴെ ഉണ്ട്. അങ്ങനെ നമ്മൾ അടിമാലി റൂട്ട് മൂന്നാറിൽ നിന്ന് പോകുന്ന 2-ാം മൈൽ പോകുന്നു. അവിടെ കണ്ട അടിപൊളി ഒരു വ്യൂ കേട്ടോ അത്. ഇതിപ്പോൾ ആനച്ചാൽ പോകുന്ന റൂട്ടാണ്. എന്താ സൂപ്പർ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. കാരണം വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഗോപ്രോ അടിച്ചു പോയി ഗൈസ്. പോകുന്ന വഴി ഇപ്പോൾ ഫോണിലാണ് ഇതെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത അതിമനോഹരമായ മറ്റൊരു വീഡിയോയിലേക്ക് ഉടനെ ചെയ്യാം.